ഗ്യാരണ്ടി യുദ്ധമാണോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇത് ഗ്യാരണ്ടി യുദ്ധമാണോ? ഉറപ്പായിട്ടും ചില ഗ്യാരണ്ടികൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 5 ഗ്യാരണ്ടികളെ കുറിച്ച് ഇപ്പോൾ വിശദമായി തന്നെ സുനിൽ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഗ്യാരണ്ടികൾ വെക്കുക എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയാണ് അങ്ങനെ ഒരു ഗ്യാരണ്ടി തുടങ്ങി വെച്ചത്. അവരത് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ആപ്പിന് വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടായത്. അതിന് പിന്തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കാര്യം പിന്നീട് സുപ്രീം കോടതി തന്നെ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു ശരിയായ രീതിയല്ല എന്നുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സർക്കാരുകളും ഗ്യാരണ്ടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക ഘട്ടം വരുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അറ്റത്ത് വരുമ്പോഴാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത്ര വർഷമുണ്ടായിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഈ അവസാന മാസങ്ങളിലേക്ക് നീക്കിവെക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഒരുതരം ഗ്യാരണ്ടിയാണല്ലോ. ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇന്ന് നടന്ന പൊതുയുഗയാത്രയുടെ അവസാനം 1 മാസം പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയാണ്. ആ യാത്ര എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ യാത്ര ഓരോ സ്ഥലത്തെയും ആളുകളെയാണ് കാണുന്നത്. ആളുകളിൽ നിന്നും പറയാനുള്ളത് നേരിട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. അത് എഴുതി വെക്കുന്നുണ്ട്. അവിടെ തന്നെ അവരുമായി സംവദിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ സ്ഥലത്തെയും ഓരോ വിഷയങ്ങളിൽ വിദഗ്ധരെ കൊണ്ട് ഒരു ചർച്ച നടത്തുന്നു. അവരുടെ പഠനം എഴുതി വാങ്ങിക്കുന്നു. അങ്ങനെ തന്നെ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയാണ് ഓരോ വകുപ്പുകളിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ വകുപ്പുകളിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഗൗരവത്തിലുള്ള ഒരു പഠനം നടത്തുന്നുണ്ട് ഈ യാത്രയിലുടനീളം. അത് ഡോക്യുമെന്റായി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ചർച്ചകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഡോക്ടർമാർ വരെ അതിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടുള്ള വലിയ ഒരു പദ്ധതിയാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിയോ കേരള മോഡൽ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒന്ന് നടപ്പാവുകയാണെങ്കിൽ അത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. രാജ്യം അത്ഭുതത്തോടെ കാണുന്ന ഒന്നാകും എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഒരു സദ്ഭരണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നപരിഹാരത്തിന് എങ്ങനെയൊക്കെയാണ് സർക്കാർ വകുപ്പുകൾ അക്കൗണ്ടബിൾ ആവുക എന്നുള്ള, സർക്കാർ വകുപ്പുകളെ അത്രത്തോളം അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിലുള്ള മാറ്റം എങ്ങനെ വരുത്താമെന്ന് പറയുന്നു. അതോടൊപ്പം IAS ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ട ഒരു കാലമാണ്. അപ്പോൾ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, രാഷ്ട്രീയമായി കെട്ടുപാടുകൾ ഇല്ലാത്ത രീതിയിൽ അവരിൽ നിന്നും എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നതിലൊക്കെ ഒരു വിശദമായ ആലോചന അതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു നല്ല പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ, നടപ്പാക്കുമോ എന്നുള്ളത് അവരാണ് ചെയ്ത് കാണിക്കേണ്ടത്, അധികാരത്തിൽ ആണെങ്കിൽ എന്നുള്ളതാണ്. ഇന്ന് നടന്ന ഈ യാത്രയുടെ അവസാനത്തിന്റെ പരിപാടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എല്ലാ നേതാക്കളും പ്രസംഗിച്ചു. കെ സുധാകരൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ പിണറായി വിജയനെതിരെയുള്ള രൂക്ഷ പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എല്ലാ നേതാക്കളും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു യോഗം അല്ലെങ്കിൽ സമ്മേളനം എന്നുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറയേണ്ടി വരുന്നത്. അതിൽ കല്ല് കടിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആകെക്കൂടെ മോശമായി ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സമദാനി തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഒരുപക്ഷെ 2 മൈക്കും അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നേരിട്ട് കേൾക്കാൻ പറ്റാത്തത്, നമ്മൾ BJP നേതാക്കളുടെ പ്രസംഗത്തിൽ, മോദിയുടെ പ്രസംഗത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണോ, ഇനി അതല്ലാതുള്ള പ്രശ്നമാണോ? കാരണം രാഹുലിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് തെറ്റ്. അദ്ദേഹത്തിന് മലയാളമൊക്കെ നന്നായി മനസ്സിലായി തുടങ്ങി. രാഹുൽ ചില കാര്യങ്ങൾ തിരുത്തി പറയുന്നുണ്ട്, ചില പേരുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിൽ നിന്ന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ വരെ പറയുന്ന രൂപത്തിലേക്ക് ആ ട്രാൻസ്ലേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ജ്യോതി വിജയകുമാർ മുമ്പ് വളരെ കൃത്യമായി ഭംഗിയായിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഒരു കുറവ് ഞാൻ അതിൽ കാണുന്നുണ്ട്. കൂടുതൽ ഭംഗിയായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കും. മേ ബി, അതെനിക്കറിയില്ല. സമദാനി നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഭാഷാപരമായ ബുദ്ധിമുട്ടൊന്നുള്ള ആളല്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ആ പ്രസംഗം എന്തായാലും മോശമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്താണ് സംഘനൃത്തം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ സുനിൽ പറഞ്ഞല്ലോ, കുറെ നേരം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ UDF നേതാക്കൾ ഒരുമയോടെ ഒരു സംഘനൃത്തം പോലെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയാൽ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളോട് കൃത്യമായി പറയുന്നത് തന്നെയാണ്. ആ സംഘനൃത്തമല്ലാതെ ഒറ്റയ്ക്ക് സിംഗിൾ ഡാൻസ് നടത്താൻ നിൽക്കണ്ട എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഡാൻസ് പല ഘട്ടങ്ങളിൽ അദ്ദേഹം കണ്ടതുകൊണ്ടായിരിക്കും. സംഘനൃത്തത്തിന് ഇംഗ്ലീഷ് എന്താ ഗ്രൂപ്പ് ഡാൻസ് അല്ല, ഞാൻ ആ ഭാഗത്ത് കേട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതാ, അതിന്റെ ഗ്രൂപ്പ് ഡാൻസ് ആണെന്നല്ലോ പറയുക. അല്ല, അങ്ങനെ വേണമെങ്കിലും തർച്ചു പോയി. ഗ്രൂപ്പ് ഡാൻസ് ആകരുത് എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ഗ്രൂപ്പുകളാണല്ലോ ഒരേ സമയം ശക്തിയും ദൗർബല്യവും. ശരി, സംഘനൃത്തം വേണോ, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ നടക്കുന്ന യുദ്ധം ഇനി അത് അവസാനിപ്പിക്കാനായി എന്ന കൃത്യമായ സൂചന ഒരു
പൊതുയോഗത്തിൽ നടത്തുമ്പോൾ അത് കൃത്യമായ സന്ദേശമാണ്. അണികൾ കൂടി കേൾക്കാതെ ചെയ്യുമ്പോൾ അത് നേതാക്കളുടെ ഉത്തരവാദിത്വം കൂട്ടുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉള്ള വിമർശനങ്ങളൊക്കെ തുടരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ കുറച്ച് മാന്യതയോടുകൂടിയുള്ള യുദ്ധം വേണമെന്ന് രണ്ട് കൂട്ടരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പത്രത്തിലെ പരസ്യമടക്കം ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് പറയുമ്പോൾ ഇകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവർ നടപ്പാക്കാത്ത കാര്യങ്ങളല്ലാതെ നേതാക്കൾക്ക് പറയാം. അതിനെ PRD ഉപയോഗിച്ചുകൊണ്ടുള്ള ആ യുദ്ധം അത് തുടരുന്നു. അത് തുടരുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ എതിരെ പ്രതിപക്ഷത്തിലെ ചില നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, വാചകങ്ങൾ അതൊക്കെ തന്നെയും പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത് മോദിക്കെതിരെയാണ് എന്നുള്ളതാണ്. മോദിക്കെതിരെ പറഞ്ഞ് എപ്സ്റ്റീൻ ഫയൽസിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്നതെന്നും അതിനുശേഷം മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുമെന്നുള്ള കാര്യം പറയുകയും കേന്ദ്ര ഏജൻസികൾ തന്നെ വേട്ടയാടിയതിനും തനിക്കെതിരായുള്ള കേസുകൾ 36 കേസുകളാണെന്നും 55 മണിക്കൂർ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടേക്ക് ആ രൂപത്തിൽ വന്നിട്ടില്ല, എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി മാത്രം അതിൽ നിന്ന് ഒഴിയപ്പെടുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട്. അത് കോൺഗ്രസ് തുടർച്ചയായി കേരളത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് സ്ഥിരമായി ഉയർത്തുന്ന ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥികൾ ആര്, അതിനുശേഷം നേതാക്കൾ പരസ്പരം എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ തന്നെ മാത്രമേ ഈ ഭരണമാറ്റം എന്നുള്ള വലിയ ആത്മവിശ്വാസം ആ രീതിയിൽ അവർക്ക് നടപ്പാക്കാൻ കഴിയുള്ളൂ. അപ്പുറത്തും നല്ല ആത്മവിശ്വാസമുണ്ട്. ഇന്നൊരു വലിയ പാലം ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്. ഇന്നലെ തുരങ്കപാത ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്. അപ്പോൾ ഈ അവസാന ദിവസങ്ങൾ ഈ തരത്തിലുള്ള വികസന പദ്ധതികളുടെ കാലങ്ങളായി മുടങ്ങി നിന്ന അല്ലെങ്കിൽ കാലങ്ങളായി നീണ്ടുപോയ പദ്ധതികളുടെയൊക്കെ ഉദ്ഘാടനങ്ങൾ വളരെ വേഗത്തിൽ നടത്തുകയും അത് നല്ല വിപുലമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ സംവിധാനവും സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ആ യുദ്ധം നീങ്ങുമെന്നുള്ളതാണ്. എല്ലാ തരത്തിലും ഗ്യാരണ്ടി യുദ്ധമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. Meet the editors.